കാരണം വേറെ എവിടെ നമ്മൾ അപ്ലൈ ചെയ്താലും റെക്കമെൻഡേഷൻ നിർബന്ധമാണ് അവിടെ. അപ്പം ഞാനിങ്ങനെ എനിക്കിനി പറ്റില്ല എന്ന് വിചാരിച്ച് ഭയങ്കര വിഷമം, ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സും ഒത്തിരി ഫാമിലി ഇഷ്യൂസൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഞാൻ ഓൺലൈൻ ഉടമ്പടി പോലെ തന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഒത്തിരി പ്രൈവറ്റ് സെക്ടറിലേക്കും ഗവൺമെൻറ് സെക്ടറിലേക്കും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയത് കോവനൻ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഫേമിലാണ്. അവിടുത്തെ ഒരു സെമി ഗവൺമെൻറ് ഫേമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര വിശ്വാസമായി. എനിക്കൊരു അങ്ങനെ ഒരു സെക്ടറിൽ എനിക്ക് ജോലി കിട്ടിയത്. അത് കോവനൻ്റ് എന്നുള്ളൊരു നെയിം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി. ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി. എനിക്ക് ആദ്യം ഒരു വോളണ്ടിയർഷിപ്പിനാണ് കിട്ടിയത്. അപ്പോൾ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, മാതാവേ ഇവിടെ എനിക്കൊരു ജോലിയും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ലോങ് ടൈമിൽ കിട്ടി. അവിടെ ഞാൻ ചെന്ന സമയത്ത് ഞാൻ ചെയ്തത് ലോങ് ടൈമിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ഭയങ്കര ഒരു അരൂപി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഈ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഈ ലോങ് ടൈമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്ത് എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെല്ലാം നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് ആരും കാണാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് 2 ദിവസം ഓഫാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവർ മരിക്കാറായി കിടക്കുന്ന ഒരു പേഷ്യൻ്റാണ്, അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ അവരുടെ നെറ്റിയുമേ ഈശോ മറിയ ഔസേപ്പ് ഈ ആത്മാവിനെ അങ്ങ് ഏറ്റെടുക്കണമേ, ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറ്റങ്ങളും കുറവുകളും പാവങ്ങളും എൻ്റെ മാതാവേ അങ്ങ് ഈശോയുടെ അടുത്ത് സമർപ്പിച്ച് ഈ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോരും. പിന്നെ എനിക്കവർ മരിച്ചു പോയാൽ എനിക്ക് ഒരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. അവർ ഈശോയുടെ അടുത്ത് പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ ഈശോയെ എനിക്ക് അവിടെയൊന്നും ഇങ്ങനെ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുക അതൊന്നും നടക്കില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഈശോയുടെ നാമത്തിൽ ഈ പേഷ്യൻസിന് ഞാൻ കൊടുക്കുകയാണ്, അങ്ങ് ഇതൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് സ്വീകരിക്കണേ എന്ന് വെച്ച് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ എല്ലാ ബ്രേക്ക് ടൈമിലും ഒരു ബ്രേക്ക് 30 മിനിറ്റ് ഞാൻ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ കിടക്കേണ്ട എല്ലാ പേഷ്യൻസിനും സ്റ്റാഫിനും ഫാമിലി മെമ്പേഴ്സിനും എനിക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു അമ്മ ഒരു ഗ്രേ കളറിൽ ഒരു സാരി കൊടുത്തൊരു ഹിന്ദിക്കാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ഒത്തിരി പഞ്ചാബീസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു പഞ്ചാബി ആണെന്നാണ്. പക്ഷെ ഞാനങ്ങനെ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ്, നിങ്ങൾ എന്തിനെയാണ് പ്രാർത്ഥിക്കുന്നത്,